മക്കളേടാ, ഞാൻ വൈകിട്ടേടാ എത്തിപ്പോലും കഞ്ഞിയും കുടിച്ചിട്ട് നമ്മളെ വിളയിൽ കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയായിരുന്നു. അന്നേരത്തെ അവനൊക്കെ വന്ന് എന്റെ തലയുടെ മണ്ടയിൽ സ്ലാബും പിടിച്ചു വെച്ച് എന്നെ ഇങ്ങനെ ആക്കിയിട്ട് പോയി കളഞ്ഞടാ. നിങ്ങള് തന്നെ എന്തിണ്ടാ മക്കളെ ഈ വേല കാണിച്ചത്? സമാധിയാ? ഞാൻ കഞ്ഞിയും കുടിച്ചിട്ട് കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് വന്നിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് സമാധി എന്ന് ആര് പറഞ്ഞു? എന്തോന്ന് അമ്മ 3 വട്ടം സമാധി എന്ന് പറഞ്ഞു? അമ്മയ്ക്ക് പറ്റൂല സമാധി സമാധി സമാധി. അല്ലെങ്കിലും പണ്ടേ അവൾ എന്റെ പുക കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. മക്കളെ, അച്ഛൻ പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക മാത്രമേ കഴിച്ചോളൂ. ആ കൊളസ്ട്രോളിന്റെ ഗുളികയും കൂടെ ഒന്ന് കഴിച്ചോട്ട്. നീ ഇത്തിരി ഇത് തുറന്നു തന്നാണ്. എന്തോന്ന് തുറക്കാൻ പറ്റൂലെന്നാ? ചെറുക്കാടേ, നീ ചുമ്മാടന്ന് കളിക്കല്ലേടാ. എനിക്ക് പഴയ വെട്ടേഴ്സിന് നാളെ കോടതി വരെ പോകാനുള്ളതാണ്. ഇതെന്തോന്നരാ ഇത്? ഭസ്മൊന്നും പറഞ്ഞ് ദേഹത്ത് മൊത്തം കുറെ സിമന്റും ഒക്കെ വാരി തട്ടി വിട്ടിട്ട്. മക്കളെടാ, ഇതൊന്ന് കുറേടാ. എനിക്ക് ഇതിനകത്ത് ഇരിക്കാൻ വേടാ. ഇതിനകത്ത് ഭയങ്കര എറുമ്പടാ. ചെറുക്കാടേ, എനിക്കിപ്പോ 7 പേരെ വെട്ടിയ കേസാണ് നിലയിലുള്ളത്. നിന്നൊക്കെ 3 പേരെയും കൂടെ വെട്ടി അത് 10 എണ്ണം ആക്കാനായിട്ട് എനിക്ക് ഒരു മടിയും ഇല്ല. എന്നെ അങ്ങോട്ടൊന്നും വരുത്തരുതേ നീയൊക്കെ. ഉള്ള മന്ത്രവും തന്ത്രവും ഒക്കെ പഠിപ്പിച്ചെന്ന അച്ഛനിട്ട് തന്നെ നീയൊക്കെ കൂടെ ലാസ്റ്റ് താങ്ങി അല്ലടാ. ഒരു കാര്യം നീയൊക്കെ ഓർമ്മയിൽ വെച്ചോ, ഒരു കാലത്ത് നീയൊക്കെ വയസ്സാവും. അപ്പോഴും ഈ സമാധി ടാങ്ക് ഇവിടെ തന്നെ കാണും. ഈ ടാങ്ക് കെട്ടിയപ്പോ ഒത്തിരി വലിപ്പത്തിൽ കെട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു. എന്നാ എനിക്ക് സുഖമായിട്ട് ഇതിനകത്ത് കിടന്ന് ഉറങ്ങായിരുന്നു.